ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലിസ്റ്റുകൾ കുറിച്ചാണ്. പൈത്തണിലെ ലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ലിസ്റ്റ്, ആ പേര് തന്നെ നമുക്ക് അറിയുന്ന പേരാണ് ലിസ്റ്റ്. കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കുക, നമ്മൾ ലിസ്റ്റ് എഴുതുകയെന്ന് പറയില്ലോ, അത് തന്നെയാണ് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു, ഈ ലിസ്റ്റിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരാം. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലിസ്റ്റ് എഴുതുക. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലിസ്റ്റ് എഴുതുക. അപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതുന്ന പോലെ ലിസ്റ്റ് എഴുതുന്നത് സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും. അപ്പോൾ ലിസ്റ്റിൽ നമുക്ക് എന്താ വെച്ചാൽ ആഡ് ചെയ്യാം. നമുക്ക് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യാം, ഓർ ബൂലിയൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിങ്സ് ആഡ് ചെയ്യാം, ഫ്ലോട്ട്സ് ആഡ് ചെയ്യാം, നമുക്ക് എന്ത് ഒബ്ജക്ട്സ് ആഡ് ചെയ്യാം, ഒക്കെ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. ലിസ്റ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലിസ്റ്റിൽ കുറച്ച് ആനിമൽസിന് പേര് സംഭവമാണ്. ഓക്കെ, ഡോഗ് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് എലമെൻറ്റ്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോഗ് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടു. കഴിഞ്ഞ് നമുക്ക് അടുത്തത് എഴുതാം. ക്യാറ്റ് എന്ന് എഴുതി. ഓക്കെ, കൗ എന്ന് എഴുതി. നിങ്ങൾക്ക് സ്മാൾ ലെറ്ററോ ഒക്കെ ഇടാട്ടോ. ഞാനിതൊരു ഫണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ലിസ്റ്റ് ആദ്യം ഇവിടെ ഇത് ആദ്യം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഓരോ ലിസ്റ്റിലെ ഓരോ ഐറ്റംസ് തമ്മിൽ കോമ വെച്ചിട്ട് നമുക്കിവിടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ലിസ്റ്റ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് സിംഗിൾ കോട്ട്സ് ആണ് വരിക, അത് സ്ട്രിങ് ആണെങ്കിൽ. യാ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദെൻ ഇപ്പോൾ നമുക്ക് സ്ട്രിങ്, ആ ലിസ്റ്റിൽ കുറേ ഐറ്റംസ് ഉണ്ട്. 1 2 3 കുറേ ഐറ്റംസ് ഉണ്ട്. ഡോഗ്, കാറ്റ്, കൗ എന്ന് പറഞ്ഞിട്ട് ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസിന് ഒക്കെ ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, പൈത്തണിൽ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. സാധാരണ നമ്മൾ 1 2 3 4 5 എന്നാണ് പറയുക. എന്നാൽ പൈത്തൻ്റെ കേസിൽ, പൈത്തൺ അല്ല, കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കേസിൽ 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 0 1 2 3 അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡോഗ് എന്നുള്ളത് ഇവിടെ 0 ആണ് ഡോഗിൻ്റെ ഇൻഡെക്സ്. കാറ്റിൻ്റെ നോക്കുന്ന സമയത്ത് 1 ആണ്. കൗവിൻ്റെ നോക്കുന്ന സമയത്ത് 2 ആണ്. അങ്ങനെയാണ് പൈത്തണിൽ ഇൻഡെക്സ് വരിക. ഇപ്പോൾ ഡോഗിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0, ഡോഗിൻ്റെ ഇൻഡെക്സ് 0, കാറ്റിൻ്റെ 1, അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡോഗ് എന്നുള്ളത് മാത്രം പ്രിന്റ് ചെയ്യണം വിചാരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് എന്ന് എഴുതി. ഓക്കെ, ലിസ്റ്റ് എന്ന് എഴുതി അതവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഇൻഡെക്സ് നമ്പർ ഇടുക. ഓക്കെ, ഇൻഡെക്സ് നമ്പർ ഇട്ടു. 0 എന്നുള്ള ഇൻഡെക്സ് നമ്പർ. 0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റത്തിനാണ് 0 എന്ന് പറയുക, സെക്കൻഡിന് ഫസ്റ്റ്, അങ്ങനെ ഒന്ന് കുറച്ചിട്ടാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് സ്പേസ് പാടില്ല. സ്ക്വയർ ബ്രാക്കറ്റ് തുടങ്ങി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഇട്ടു. എന്നിട്ട് അത് നമ്മൾ റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡോഗ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഡോഗ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡോഗാണ് ഇവിടുത്തെ ഫസ്റ്റ് ഐറ്റം. ആ സമയത്ത് അവിടെ സ്ട്രിങ്ങിൻ്റെ വാല്യൂ കാണിക്കില്ല. നമ്മൾ എങ്ങനെയാണ് പ്രിന്റ് ഡോഗ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ കാണിക്കുക കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് കാറ്റ് വേണം വിചാരിക്കും. ഞാൻ 1 ഇട്ടു. ഇവിടെ കാറ്റ് വന്നു ഗൈസ്. ഓക്കെ, എനിക്കിവിടെ 2 വന്നു. ഓക്കെ, കൗ വന്നു. ഇനി ഇപ്പം ഞാനിവിടെ 3 എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, 3 എന്ന് പറയുമ്പോൾ അവിടെ 4 ഐറ്റംസ് ഉണ്ടാവണം. ഓക്കെ, ഇവിടെ എത്രയേ ഉള്ളൂ, ഇവിടെ 1 2 3 ഉണ്ട്. അപ്പോൾ 2 വരെയുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് വർക്ക് ചെയ്യും. അപ്പോൾ 3 എന്നിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു എറർ കാണിക്കും. ഓക്കെ, അവിടെ എറർ കാണിക്കും. ഓക്കെ, ഇതാ എറർ, ലിസ്റ്റ് ഔട്ട് ഓഫ് ഇൻഡെക്സ്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ഓഫ് ഇൻഡെക്സ് എന്ന എറർ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ഓഫ് ഇൻഡെക്സ്, അതായത് ലിസ്റ്റ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. സോറി ഗൈസ്, ലിസ്റ്റ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്.
അതായത് അങ്ങനെ ഒരു ഇൻഡെക്സ് ഇതിൽ ഇല്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഐറ്റം വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ലാസ്റ്റ് ഐറ്റം ഇവിടെ കൗ ആണ്. നമുക്ക് ഏതാ ലാസ്റ്റ് ഐറ്റം ഇൻഡെക്സ് നമ്പർ അറിയില്ല, നമുക്ക് ഈ നമ്പർ അറിയില്ല. ബട്ട് നമുക്ക് ലാസ്റ്റ് നമ്പർ വേണമെങ്കിൽ -1 എന്നിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഐറ്റം പ്രിൻറ്റ് ചെയ്യും. -1 ഇട്ട് കഴിഞ്ഞാൽ അവിടെ കൗന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, കൗന്ന് പ്രിൻറ്റ് ചെയ്തു. നമുക്കിനി ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഐറ്റം വേണം വിചാരിക്കുക. അപ്പോൾ ഈ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ എന്നാണ് അർത്ഥം. അപ്പോൾ അതിനുശേഷം നമ്മൾ 2 ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഐറ്റം വരും. ഓക്കെ, ഇവിടെ കാറ്റിന് വന്നു. ഓക്കെ, ഒപ്പം ലാസ്റ്റിൽ നമ്മൾ 3 ഇട്ടപ്പോൾ ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ഐറ്റം ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലിസ്റ്റിൽ എത്ര ഐറ്റം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം വിചാരിക്കാം. ഓക്കെ, ലിസ്റ്റിൽ എത്ര ഐറ്റം, ഇവിടെ എത്ര ഐറ്റം ഉണ്ട്? 1 2 3 3 ഐറ്റം ഉണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ LEN ലെങ്ത് എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന LEN എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിസ്റ്റിൻ്റെ പേര് എഴുതി. ഓക്കെ, ലെൻ എന്നിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓക്കെ ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിലാണ് ലിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഇടുക. അപ്പോൾ ഇനി അത് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് അതൊരു ഇൻറ്റിജർ ആണ് അവിടെ വരിക. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ വരും, ഇൻറ്റിജർ അവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അവിടെ 3 ഐറ്റംസ്. ഓക്കെ, 3 എന്ന് വന്നു, അതായത് ഇവിടെ 3 ഐറ്റംസ് ഉണ്ട്. ഞാനിവിടെ നമുക്ക് റാൻഡമല്ലായിട്ട് ലയൺ ആഡ് ചെയ്തു. ഓക്കെ, വീണ്ടും ഞാനത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 എന്ന് വരും. ഗോയ്സ് 4 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു സാധനത്തിനെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് ഒരു സാധനത്തിനെ ആഡ് ചെയ്യണം, ഒരു ഐറ്റം ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ലിസ്റ്റ് വേണ്ട, ഞാൻ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പേ ഈ ലിസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, പ്രിൻറ്റ് ചെയ്തു. പിന്നെ ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൻഡ് ഡോട്ട് അപ്പൻഡ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുക? അപ്പോൾ എനിക്ക് അതിൽ ലൈൻ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൻഡ് കൊടുത്തു. പിന്നെ നമ്മളത് വീണ്ടും പ്രിൻറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇത് നമ്മളൊന്ന് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലിസ്റ്റ് ഇതായിരുന്നു. ഈ ലിസ്റ്റ് ഇവിടെ വന്നു. സെക്കൻഡ് ടൈം അത് പ്രിന്റ് ചെയ്ത സമയത്ത് ലൈൻ എന്നും കൂടി വന്നു കേട്ടോ ഗൈസ്. ഓക്കെ, വന്നു. ഓക്കെ, ദെൻ നമുക്ക് റീപ്ലേസ് ചെയ്യണം വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഡോഗ് എന്നത് മാറ്റിയിട്ടാണ് എനിക്ക് ലയൺ ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ലിസ്റ്റ് കൊടുത്തു. ഇവിടെ ഡോഗിൻ്റെ ഇൻഡെക്സ് നമ്പർ 0 ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് അത് ഞാൻ ഈക്വൽ ഇട്ടു. ഓക്കെ, ലിസ്റ്റ് ഇൻഡെക്സ് നമ്പർ ഞാൻ ഈക്വൽ ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? എനിക്കവിടെ എന്താ ചേർക്കണം? എനിക്കിവിടെ ലൈൻ എന്ന് ചേർക്കണം. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ സ്മാളും ചെയ്യാം കേട്ടോ. ഇപ്പോൾ അവിടെ ആദ്യം ഡോഗ് കാറ്റ് കൗ എന്ന് പ്രിൻറ്റ് ചെയ്യും, പിന്നെ ലയൺ കാറ്റ് കൗ എന്ന് പ്രിൻറ്റ് ചെയ്യും. നോക്കൂ ഗൈസ്, ഡോഗ് കാറ്റ് കൗ. പിന്നെ ആ ഡോഗിനെ റീപ്ലേസ് ചെയ്ത് ലയൺ ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ അപ്പൻഡ് ഉപയോഗിച്ചു. അപ്പൻഡ് ഉപയോഗിച്ച സമയത്ത് ഞാൻ ഓക്കെ, നമ്മൾ അപ്പൻഡ് ഉപയോഗിച്ച സമയത്ത് ഇവിടെ ലൈൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ് വന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ലൈൻ എന്നുള്ളത് ഡോഗിൻ്റെ മുമ്പ് വരണം എന്ന് വിചാരിക്കുക. അപ്പം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പൻഡ് മാറ്റി ഇൻസേർട്ട് എന്നുള്ളതാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇൻസേർട്ട് എന്ന് ഉപയോഗിച്ചിട്ട് അവിടെ 2 എണ്ണം വരും. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, എനിക്ക് ഡോഗ് എന്നുള്ളത് അത് ഫസ്റ്റ്
ലയൺ ആക്കണം. ഓക്കെ, ലയൺ ഡോഗ് കാറ്റ് കൗ എന്നുള്ളതാക്കണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്നുള്ളതിൻ്റെ ഇൻഡെക്സ് നമ്പർ 0 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ അത് ഇട്ടു. പിന്നെ ആഡ് ചെയ്യേണ്ട സാധനം സെക്കൻഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതാക്കാൻ പോവാണ്. റൺ ചെയ്തു. അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റ് വന്നു. പിന്നെ ഫസ്റ്റ് കണ്ടു ലയൺ എന്നുള്ളത് ഫസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ലയൺ എന്നുള്ളത് ഫസ്റ്റ് ആഡ് ചെയ്തു. ദെൻ എനിക്കിപ്പോൾ രണ്ടാമത്താണ് ആഡ് ചെയ്യേണ്ടതെങ്കിലോ, അതായത് 1 ഇൻഡെക്സ് നമ്പറായിട്ടാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് റൺ ചെയ്യുമ്പോൾ 1 ആക്കി മാറ്റി. ഇവിടെ ഡോഗ്, ലയൺ, കാറ്റ്, കൗ എന്നുള്ളത് വന്നു. അങ്ങനെയാണ് നമുക്കൊരു സ്പെസിഫിക് സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എഴുതുന്നു. അപ്പോൾ ഇനി നമ്മളിത് ചെയ്തു. ഇനി എനിക്കിതൊന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്കിതിൽ നിന്ന് ഒരു സാധനം ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എനിക്ക് കൗ എന്നുള്ളതോ അല്ലെങ്കിൽ കാറ്റ് എന്നുള്ളതോ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ DEL. ഓക്കെ, DEL ഡിലീറ്റ് എന്നതിന് ശേഷം ഞങ്ങളുടെ ലിസ്റ്റിലെ പേരടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഇൻഡെക്സ് എനിക്ക് ഡോഗ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ 0 എന്ന് അടിച്ചു. ഓക്കെ, ഡോഗ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ 0 എന്ന് അടിച്ചു. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇനി ആദ്യം നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റ് വരും, പിന്നെ കാറ്റ് കൗ എന്നുള്ളത് മാത്രം വരും. ഓക്കെ, ഫസ്റ്റ് ഡോഗ് അവിടെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഫസ്റ്റ് വൺ ഡിലീറ്റ് ചെയ്യണമെന്ന്, അതായത് കാറ്റ് എന്നുള്ള ഡിലീറ്റ് ചെയ്യണം. കാറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുത്തു. ഇനി അവിടെ കാറ്റ് എന്നുണ്ടാവില്ല, ഡോഗും കൗവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിവിടെ -1 എടുത്തു, അതായത് ലാസ്റ്റ് തിങ് കൊടുത്തു. അപ്പോൾ അവിടെ കൗ ഉണ്ടാവില്ല, ഡോഗും കാറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ ഗൈസ്, ഡിലീറ്റ് എന്നുള്ളതിന് ലിസ്റ്റിൽ മാത്രമല്ല വേറെ പലതരത്തും യൂസ് ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, പക്ഷെ അത് വേറെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ആനിമൽ എന്നൊരു വേരിയബിൾ എടുത്തു. അവിടെ നമുക്ക് ഇതിൽ നിന്നിപ്പോൾ ഡോഗിനെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം, ബട്ട് നമുക്ക് ആനിമലിലേക്ക് അത് ആഡ് ചെയ്യണം. ആനിമൽ എന്ന വേരിയബിളിലേക്ക് നമ്മൾ ലിസ്റ്റിലത്തെ ഡോഗിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്താ ഞാൻ ലിസ്റ്റ് ഓക്കെ ഡോട്ട് പോപ്പ്, ഇതാണ് ഡോട്ട് പോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. അതിന് ശേഷം പ്രിൻറ്റ് ഇല്ല, നിങ്ങൾ കൺഫ്യൂസ് വേണ്ട കേസ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആനിമലിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ആനിമൽ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ കൗ എന്നുള്ളത് വന്നു. കൗ എന്നുള്ളത് ഇതിൽ നിന്ന് പോയി. ഓക്കെ, ലാസ്റ്റ് ഐറ്റമാണ് പോപ്പ് എന്ന്. പോപ്പ് എന്ന സമയത്ത് ലിസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഏതാണ്, അതായത് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഉള്ളത് പോപ്പ് ചെയ്തിട്ട് ആനിമൽ എന്ന വേരിയബിളിലേക്ക് ഇത് പോയി. എന്നിട്ട് ഇവിടെ കൗ എന്നുള്ളത് ഇവിടെ വന്നു. ഓക്കെ, ഇനി ആനിമൽ എന്നുള്ള വേരിയബിൾ ഉണ്ടാവും, ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഡോഗിനെയാണ് ഫസ്റ്റ് ഐറ്റമിനെയാണ് വേണ്ടി നമുക്കിവിടെ ഇൻഡെക്സ് നമ്പർ കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡോഗിനെ റിമൂവ് ചെയ്തു, എന്നിട്ട് ഡോഗ് എന്നുള്ളത് വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഡെക്സ് നമ്പർ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. അവിടെ കാറ്റ് വന്നു. ഇപ്പോൾ ഈ പോപ്പിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ഡിഫോൾട്ടായിട്ട് -1 ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. -1 ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഒരു വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അത് ഈ -1 റിമൂവ് ചെയ്താലും അവസാനത്തെ വാല്യൂ ആണ് അവിടെ നിന്ന് പോപ്പ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് തന്നെ പോപ്പ് ചെയ്യേണ്ടത്. ഇത് ഒന്നൊന്നും എടുത്ത് മറ്റൊരു ഇത് മെയിനായിട്ട് വരിക ഗെയിം ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് വരിക. ഇനി നിങ്ങൾ പഠിക്കുന്നത് റിമൂവ് എന്ന് പറയുന്ന ഒന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ റിമൂവ് എന്നുള്ളത് ഒന്നാണ്. ഇത് രണ്ടും കൊണ്ടൊന്ന് എന്തായാലും റിമൂവ് ചെയ്യട്ടെ. റിമൂവ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഡോട്ട് റിമൂവ്. നേരത്തെ നമ്മൾ പോപ്പ് അല്ലെങ്കിൽ ഡിലീറ്റ് ഉപയോഗിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് കൊടുത്തത്. എനിക്കിവിടെ ഇൻഡെക്സ് നമ്പർ അറിയില്ല. അപ്പോൾ ഡോഗ് എന്നുള്ളതാണ് എനിക്കിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഓക്കെ DOG ഡോഗ് എന്ന് കൊടുത്തു ഗൈസ്. ഡോഗ് എന്ന് കൊടുത്തു. എന്നിട്ട്
എന്നിട്ട് ഞാൻ നോക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഡോഗ് ഇല്ല, കാറ്റും കവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ കവ് എന്ന് കൊടുത്തു. ഇവിടെ കവില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ഇല്ലാത്തൊന്നിന് കൊടുക്കാൻ പോകുന്നു. നമുക്ക് ഇവിടെ എറർ വന്നു, അതായത് നോട്ട് ഇൻ ലിസ്റ്റ്. കാരണം ലൈൻ എന്ന് പറയുന്ന സാധനം അവിടെ ലിസ്റ്റിലില്ല, അപ്പോൾ അവിടെ എറർ വരും. ഓക്കെ, അങ്ങനെ അതാണ് റിമൂവ് എന്നുള്ളത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി. ഇനി എനിക്ക് ഇപ്പോൾ ഇതിൽ ഡോഗ്, കാറ്റ്, കൗ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൗവിനെ മാറ്റിയിട്ട് ഞാനിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റാം. ഫോർ എക്സാമ്പിൾ ഗോട്ട് എന്ന് ഓക്കെ, ഗോട്ട് എന്ന് കൊടുത്തു. എനിക്കിപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡോഗ്, കാറ്റ്, ഗോട്ട്. ഇത് ആൽഫബറ്റിക് ഓർഡറിലല്ല. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗനൈസിങ് ലിസ്റ്റ്സ് ആണ്. ഓക്കെ, ഓർഗനൈസിങ് ലിസ്റ്റ്. അതായത് ലിസ്റ്റ് നമുക്ക് പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് ലിസ്റ്റ് ഡോട്ട് സോർട്ട്. ലിസ്റ്റ് ഡോട്ട് സോർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡോഗ്, കാറ്റ്, ഗോട്ട് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് കാറ്റ്, ഡോഗ്, ഗോട്ട്. അതായത് ഇവിടെ ഈ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വരേണ്ടത് കാറ്റാണ്. കാരണം സി കഴിഞ്ഞിട്ട് LD. അപ്പോൾ ആ ഒരു ഓർഡറിൽ അതിനാണ് സോർട്ട് എന്ന് പറയുന്നത്. സോർട്ട് എന്നുള്ളതിന് മറ്റൊരു യൂസും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്പേഴ്സ് ഞാൻ കൊടുത്തു, റാൻഡം നമ്പേഴ്സ് കൊടുത്തു. 2, 5, 1, 0 ഇത് കൊടുത്തു. എന്നിട്ട് അവിടെ ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്, സ്ട്രിങ്സ് അല്ല, ഇൻറ്റീജേഴ്സ് ആണ് സ്ട്രിങ്ങിൽ. ഇപ്പോൾ കണ്ടോ, സോർട്ട് എന്ന് പറയുന്ന സമയത്ത് അസെൻഡിങ് ഓർഡറിൽ വന്നു. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ അത് വന്നു. അസെൻഡിങ് ഓർഡറിൽ വന്നു. ഇനി ഈ സോർട്ടിൽ വേറൊരു സാധനം കൊണ്ടുണ്ട്, റിവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രൂ ഓർ ഫാൾസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ട്രൂ ഓർ ഫാൾസ്. ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അസെൻഡിങ് ഓർഡറിലാണ് വന്നത്. ഇനി അത് റിവേഴ്സ് ട്രൂ ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 5, 2, 1, 0 എന്നുള്ളതായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് വരിക. കേട്ടോ, 5, 2, 1, 0 അതായത് ഡിസെൻഡിങ് ഓർഡറിൽ. ഇത് ഡിഫോൾട്ടായിട്ട് ഇത് ഫാൾസ് എന്നായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അതാകുമ്പോൾ നമുക്ക് വെറുതെ സോർട്ട് എന്ന് ഉപയോഗിക്കുന്നത് റിസൾട്ട് തന്നെയായിരിക്കും ഇവിടെ വരിക. ഇത് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ സ്ട്രിങ്സിൻ്റെ കാര്യത്തിലും അത് ബാധകമാണ്. ഞാനിവിടെ കൊടുത്തു. എന്നിട്ട് റിവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു. അത് റിവേഴ്സ് ആയിട്ട്, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് വരുന്നത്. അതായത് ആദ്യം ഇപ്പോൾ Z, Y അങ്ങനെ ഒരു ഓർഡറിലാണ് അത് വരുന്നത്. ഇപ്പോൾ ഇവിടെ G, B, C അങ്ങനെയുള്ള ഓർഡറിൽ വന്നു. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഡോട്ട് സോർട്ട് എന്നുള്ളത്. ഞാനിവിടെ സോർട്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ ആ ലിസ്റ്റ് അങ്ങോട്ട് മാറുകയാണ്. അതായത് ലിസ്റ്റ് സോർട്ട് ചെയ്തിട്ട് ലിസ്റ്റ് തന്നെ മാറും. പിന്നെ ആ ലിസ്റ്റ് നമുക്ക് തിരിച്ചാക്കാനുള്ളത് പണിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താ പറയുക, ജസ്റ്റ് ഒരു ചെറിയ സമയത്തേക്ക് ആക്കിയിട്ട് മാറ്റണം എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ലൈൻ എത്തുമ്പോൾ മാത്രം അതിനെ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, സോർട്ടഡ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സോർട്ട് ചെയ്തിട്ട് തന്നെ വരുന്ന, ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ലിസ്റ്റ് പ്രിന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ പ്രിന്റ് ചെയ്യുകയാണ്. വെറും ലിസ്റ്റ് പ്രിന്റ് ചെയ്ത സമയത്ത് നമ്മുടെ പഴയ ലിസ്റ്റ്, ഈ ആദ്യത്തെ ഈ ലിസ്റ്റ് തന്നെയാണ് അവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതാണ് സോർട്ട് ആയത്. നമുക്ക് ടെമ്പറലി സോർട്ട് ചെയ്യണമെങ്കിലാണ് ഈ സോർട്ടഡ് എന്നുള്ളത് ഉപയോഗിക്കാൻ വരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈ റിവേഴ്സ്
എന്നുള്ളത് സോർട്ടഡിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ഈക്വൽസ് ട്രൂ എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സോർട്ടഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് റിവേഴ്സ് ചെയ്യണം വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഡോഗ് കാറ്റ് ഗോട്ട് എന്നുള്ളത് ഗോട്ട് കാറ്റ് ഡോഗ് എന്നാക്കണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ലിസ്റ്റ് ഡോട്ട് ഫോർട്ട് ഉപയോഗിച്ച് പോലെ തന്നെ ലിസ്റ്റ് ഡോട്ട് റിവേഴ്സ്. ഓക്കെ, റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഗോട്ട് കാറ്റ് ഡോഗ് എന്നുള്ളതാണ് വന്നത്. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതാണ് റിവേഴ്സ് എന്നുള്ളത്. ആണ് ലിസ്റ്റിൽ റിവേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലെൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ലിസ്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ലിസ്റ്റ് പഠിച്ചു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കോഡിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്കോഡ് എന്നുള്ളത് എബൌട്ട് സെക്ഷനിൽ, എൻ്റെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിലുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ പേഴ്സണലല്ല, ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടാവും. ഞാൻ മിക്കവാറും ഞാൻ തന്നെ റിപ്ലൈ തരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാരും പഠിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മിക്കവാറും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരിക്കും വീഡിയോ ഇടാൻ സാധ്യത. ഓക്കെ, തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ, മൺഡേ വെൻസ്ഡേ ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഞാൻ കൂടുതൽ ഈ ഒരു ഷെഡ്യൂൾ ഉണ്ടാകും വരും. ഒപ്പം ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ചില ഫണി ടിപ്സ് വീഡിയോസ് ആയിട്ട് ഞാൻ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ പൈത്തണായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സ് വീഡിയോസോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ കാണിച്ചു തരാം, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ആയിട്ടും ഇടയ്ക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.